മലയാളം ബൈബിൾ ക്വിസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1-2 തിമോത്തിയോസ്. 12 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. എല്ലാവരും സശ്രദ്ധം ഇത് വായിച്ച് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം: എന്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. 1:7. പ്രാർത്ഥനയിൽ എപ്പോഴാണ് തിമോത്തിയോസിനെ ഓർത്തത്? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം: രാവും പകലും. 1:3. എങ്ങനെയാണ് പൗലോസ് ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായത്? ചോദ്യം 3. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം: ദൈവേഷ്ടത്താൽ. 1:6. എന്ത് മനസാക്ഷിയോടുകൂടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ഉത്തരം: നിർമ്മല മനസാക്ഷിയോടെ. 1:4. കൃപാവരം എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ജ്വലിപ്പിക്കണം. 1:6. ആറാമത്തെ ചോദ്യം: എന്ത് കിരീടമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്? ഉത്തരം: നീതിയുടെ കിരീടം. 4:6. അടുത്ത ചോദ്യം: പൗലോസിന്റെ എന്താണ് അടുത്തിരിക്കുന്നത്? ഏഴാമത്തെ ചോദ്യം. ഉത്തരം: നിര്യാണകാലം. 4:6. ആരാണ് പൗലോസിന് ദോഷം ചെയ്തത്? എട്ടാമത്തെ ചോദ്യം. ഉത്തരം: അലക്സാണ്ടർ. 4:14. യേശു പൗലോസിന്റെ അവസാനം വരെയും എന്ത് സൂക്ഷിപ്പാൻ ശക്തനാണെന്നാണ് പറഞ്ഞത്? ചോദ്യം 9. ഉത്തരം: ഉപനിധി. 1:12. പൗലോസിനെ വിട്ടിട്ട് ഈ ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയ്ക്ക് പോയത് ആരാണ്? ചോദ്യം 10. ഉത്തരം: 4:10. ദേമാസ്. ഒന്നാമത്തെ ചോദ്യം: പൗലോസിന്റെ കൂടെ അവസാനം വരെയും ഉണ്ടായിരുന്നത് ആരാണ്? പതിനൊന്നാം ചോദ്യത്തിന്റെ ഉത്തരം: ലൂക്കോസ്. 4-ാം അധ്യായം 11-ാം വാക്യം. പൗലോസ് പറയുന്നു, ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളത് ആരാണ്? 12-ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം
മർക്കോസ്,